ഇത്തരുണത്തിൽ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ജയിച്ചു വരിക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിന്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ അത്യാവശ്യകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരനോ മൂന്നാം സ്ഥാനക്കാരനോ പോലും ആ സ്ഥാനങ്ങൾ നൽകാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കണം. ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ ചോദിക്കും എന്തുണ്ടാക്കിയെന്ന്. അതാണ് അവരുടെ ഒരു വ്യംഗ്യം. അവസരം തരൂ. നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ആരെയൊക്കെ പരീക്ഷിച്ചു? ഞങ്ങൾക്കൊരവസരം തന്ന് നിങ്ങൾ ആദ്യമായി പരീക്ഷിക്കൂ. 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചോദ്യം ചെയ്യും. അതുമാത്രമേ സാധ്യമാവൂ. ഇപ്പോൾ ഇവിടെ കൃഷ്ണകുമാർ സൂചിപ്പിച്ചു, ഒരു MP എന്ന നിലയ്ക്ക് എന്റെ ഫണ്ടുകൾ അതൊരു വലിയ അജണ്ടയാണ്. പത്രക്കാരൊക്കെ അതിന് ഒരുപാട് കൂട്ടുനിന്നിട്ടുണ്ട്. ഏറ്റവും വലിയ പത്രം ഗോയൻകേട് പത്രമാണ് 2 MP-മാരുടെ കഴിവുകേടെന്ന് പറഞ്ഞ് പ്രൊജക്ട് ചെയ്ത. ബാക്കി 18 പേരും അവർക്ക് ദൈവങ്ങളാണ്. എന്തൊരു രാഷ്ട്രീയമാണ്, എന്തൊരു അധമ രാഷ്ട്രീയമാണ് പത്രക്കാരൻ കളിച്ചത്. എന്റെ 2 വർഷം കൊണ്ടുള്ള 10 കോടിയിൽ നിന്ന് 8.37 കോടിക്കുള്ള പദ്ധതികൾ ഞാൻ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ അപ്രൂവലിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കേരള സർക്കാരിന്റെ കൺട്രോളിലുള്ള എന്റെ നോഡൽ ഓഫീസർ, എന്റെ പ്ലാനിംഗ് ഓഫീസർ നൽകിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. എനിക്ക് കൃത്യമായി പദ്ധതികൾ എത്തി. അത് ആ പദ്ധതികൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, എങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നതിന്റെ പശ്ചാത്തലത്തിൽ 45 ദിവസത്തിനകം എനിക്ക് തരേണ്ട അപ്രൂവൽ തന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അജണ്ട എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പത്രത്തെ, ഒരു പ്രധാനപ്പെട്ട പത്രത്തെ എടുത്ത് എന്നെ അവഹേളിക്കണമെന്ന് പറയുന്ന അജണ്ട ജയിച്ച നിമിഷം മുതൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ട പക്ഷേ എനിക്കെതിരായിരിക്കാം, എന്റെ രാഷ്ട്രീയ കക്ഷിക്കെതിരായിരിക്കാം. പക്ഷെ കടയ്ക്ക് കത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തൊള്ളയിലാണ്. ആ കത്തി ഈ അധമ രാഷ്ട്രീയക്കാർ 2 പക്ഷവും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഞാൻ പറയുന്നത് വിശ്വസിക്കേണ്ട, എന്നെ ഖണ്ഡിക്കുന്ന മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കേണ്ട. നിങ്ങളുടെ ഒരു കണ്ടെത്തൽ ഉണ്ടാവണം, അതിന് നിങ്ങളുടെ അന്വേഷണം ഉണ്ടാവണം. അപ്പോ രണ്ടല്ല, രാഷ്ട്രീയത്തിന് നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാമില്ലായിരിക്കാം. നിങ്ങൾ അതിനോട് ഇഷ്ടം എന്ന് പറയുന്നത് തുടരാം, തുടരാതിരിക്കാം. തുടർന്നാലും ഈ മണ്ണിന് വേണ്ടിയാണ് എന്റെ വോട്ടെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ ഒരു കാലത്തും കേരളം രക്ഷപ്പെടില്ല. രാഷ്ട്രീയം, അടിയുറച്ച രാഷ്ട്രീയ വിശ്വാസം, ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തില് ആത്മീയം എന്ന് തന്നെ ഞാൻ പറയും, വൈകാരികമായ ബന്ധം, ഇതൊന്നും അറ്റുപോവില്ല. പക്ഷെ എങ്കിലും മണ്ണാരുടേത്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതുമല്ല ഈ മണ്ണ്. ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടേതാണ് ഈ മണ്ണ്. ഇനി ജനിച്ചു വീഴാനിരിക്കുന്ന അടുത്ത അനേകം തലമുറകളുടെ സ്വത്താണ് ഈ മണ്ണ്. ആ മണ്ണിലേക്ക് എന്ത് സംഭാവന നൽകും? ആ സംഭാവന നൽകുന്നതിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന, 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾക്ക് തന്നെയാണ് ആ സംഭാവന ചെയ്യുവാൻ ഉത്തരവാദിത്വമുള്ളത്. ആ ഉത്തരവാദിത്വത്തെ കടയ്ക്ക് കത്തിവെച്ചുകൊണ്ട് തടയാൻ ശ്രമിക്കുന്നവർക്ക് അധിക ശിക്ഷയാണ് നിങ്ങൾ നൽകേണ്ടത്. അങ്ങനെ വന്നാൽ അന്വേഷണത്തിന്റെ രാഷ്ട്രീയം അത് നിങ്ങൾക്ക് മാത്രം നിർവഹിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന രാഷ്ട്രീയക്കാർ എത്തിക്കുന്ന വക്രം നിറഞ്ഞ ഡേറ്റ അല്ല. നിങ്ങളുടെ അന്വേഷണം വേണം, നിങ്ങളുടെ വിശകലനത്തിന്റെ രാഷ്ട്രീയം വേണം. അപ്പൊ അന്വേഷണ രാഷ്ട്രീയം, വിശകലന രാഷ്ട്രീയം മനസ്സിലാക്കണം.
രാഷ്ട്രീയ ലാഞ്ചനയില്ലാതെ മനസ്സിലാക്കണം. മനസ്സിലാക്കൽ രാഷ്ട്രീയം, പിന്നെ നടപടി രാഷ്ട്രീയം. ആ നടപടി കൃത്യമായി നിങ്ങളുടെ വിരൽ തുമ്പിലാണുള്ളത്. താമര ചിഹ്നത്തിൽ നിങ്ങളുടെ വിരൽ തുമ്പുകൾ ഹൃദയത്തുമ്പുകളായി അമർന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മലമ്പുഴ മണ്ഡലത്തിൽ കൃഷ്ണകുമാറിനെ വിജയിപ്പിച്ചെടുക്കണമെന്ന് മാത്രമാണ്. ഞാൻ ഈ സംസാരിച്ച ഭാഷണം രാഷ്ട്രീയക്കാരന്റെ ഭാഷണമല്ല എന്ന് നല്ല വ്യക്തത എനിക്കുണ്ട്. ഒരു രാഷ്ട്രക്കാരന്റെ ഭാഷണം മാത്രമാണ് ഭാഷണമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളത്.